തൃശൂർ പൂരത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ അന്വേഷണം പ്രഖ്യാപിച്ചെന്നും നാളെയാണ് റിപ്പോർട്ട് പരിശോധിക്കുകയെന്നും മുഖ്യമന്ത്രി. മാധ്യമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് എഴുതി പിടിപ്പിക്കുന്നുവെന്നും വിമർശനം. അതേസമയം PV അൻവറിനെ പരോക്ഷമായി വിമർശിച്ച മുഖ്യമന്ത്രി. നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലരുണ്ട്, അവരെ ഗൗനിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മനോജുണ്ട് വിവരങ്ങളുമായി. മനോജ്, പിണറായി വിജയൻ PV അൻവർ തർക്കം ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ പോര് പരസ്യമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇന്നലെ പാർട്ടി വൃത്തങ്ങളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കടുത്ത ഒരു നിയന്ത്രണം അൻവറിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു. അത് സ്വീകരിച്ചതിന് ശേഷം അൻവറിന്റെ ഭാഗത്തു നിന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടാകുന്നു. മാത്രവുമല്ല, താൻ ഇനിയൊരു പരസ്യ പ്രതികരണത്തിലേക്ക് പല കാര്യങ്ങളിലും പോകുന്നില്ല എന്ന തരത്തിലേക്ക് അൻവർ നിലപാടെടുക്കുന്നു, പാർട്ടിക്ക് വഴങ്ങുന്നു. പിന്നീട് വീണ്ടും കണ്ടത് അൻവറിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിനെതിരെ, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെ പരോക്ഷമായോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ പരസ്യമായി തന്നെ അവഹേളിക്കുന്ന, അല്ലെങ്കിൽ അതിനെതിരെ കൂടുതൽ തെളിവുകളുമായി അല്ലെങ്കിൽ കൂടുതൽ വിമർശനങ്ങളുമായി PV അൻവർ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നടത്തിയ പ്രസ്താവനയടക്കം പരിശോധിക്കുകയാണെങ്കിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് PV അൻവർ കൊണ്ടെത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പരോക്ഷമായി തന്നെ അൻവറിനെതിരെ ഒരു ചാട്ടുളി വന്നിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? നിരന്തരമായിട്ടുള്ള PV അൻവറിന്റെ പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മറ്റേ പാർട്ടി നേതൃത്വത്തിനെയും അടക്കം ചൊടിപ്പിക്കുന്നത്. വീണ്ടും ഇന്ന് മുഖ്യമന്ത്രി തൃശ്ശൂരിൽ പല പരിപാടികളിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് എത്തിയത്. ഇന്ന് വൈകിട്ട് നടന്ന അഴീക്കോടൻ സ്മൃതി ദിന പരിപാടിയിൽ ആ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ചാണ് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം പരോക്ഷമായി ഒരു വിമർശനം നടത്തുന്നത്. ഇതിൽ തന്നെ ഈ സർക്കാർ നാടിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടെ പ്രത്യേക താല്പര്യക്കാർ ഉണ്ടാകാമെന്നുള്ള ഒരു വാചകം അദ്ദേഹം ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ അവരെ ഗൗനിക്കാതെ സർക്കാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുള്ള കാര്യം കൂടെ അവിടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചിലരെ വല്ലാതെ പൊക്കി കാണിക്കുന്ന ഒരു അവസ്ഥ ഈ അടുത്ത കാലത്തുണ്ടായെന്നും അത് എത്ര കാലമാണ് നിലനിൽക്കുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതിനൊക്കെ ആയുസ് വളരെ കുറവാണ്. അതോടൊപ്പം തന്നെ ഈ മാധ്യമങ്ങളെ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ ഒരു പരാമർശം ഇന്നുണ്ടായിരിക്കുന്നത്. ഇതിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും എന്നാൽ അതിൽ ഈ പ്രവർത്തിക്കുന്നതിനിടയിൽ ചില നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്തായാലും അൻവറിനെ പരോക്ഷമായുള്ള ഒരു വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ വാക്കുകൾ. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റു കാര്യങ്ങളടക്കം സൂചിപ്പിക്കുന്നത് തൃശൂർ പൂരം വിഷയത്തിൽ, അതായത് പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള കാര്യം, ആ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു. അതിൽ നിരന്തരമായി CPI അടക്കം VS സുനിൽകുമാർ അടക്കം അതിൽ കത്ത് നൽകിയിട്ടും മറുപടിയൊന്നും നൽകിയിരുന്നില്ല. പിന്നീട് ഈ വിഷയം അങ്ങനെ തന്നെ ആളിക്കത്തിയപ്പോഴാണ് ഈ അന്വേഷണം നടക്കുന്നതും പിന്നീട് ADGPയുടെ റിപ്പോർട്ട് പുറത്താവുന്നതും. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ, അതായത് ആ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഓരോ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതിൽ പ്രതികരണവുമായി CPIയുടെ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ആ റിപ്പോർട്ട് DGPയുടെ കയ്യിലെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ട് താൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല, നാളെയാണ് പരിശോധിക്കുക എന്നുള്ള കാര്യമാണ്. പരിശോധിച്ച ശേഷം മാത്രം അതിൽ കൃത്യമായും എന്താണ് എന്നുള്ള കാര്യം അത് വെളിപ്പെടുത്താമെന്നുള്ള കാര്യമാണ്. എന്തായാലും അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങൾ പലതും എഴുതി പിടിപ്പിക്കുന്നു എന്നുള്ള രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. അത്തരത്തിൽ ഈ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ നടന്നിട്ടുള്ള ഈ അലങ്കോലപ്പെടുത്തുവാനുണ്ടായിട്ടുള്ള സാഹചര്യം അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം അതിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എന്നാൽ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് അതിൽ നിന്നും ഈ അങ്കിത് അശോകൻ എന്ന് പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണർ മാത്രം അയാളുടെ മാത്രം പാകപ്പിഴയാണ് എന്നുള്ള പരിചയക്കുറവാണെന്നുള്ള രീതിയിലൊക്കെ ഒതുക്കി തീർക്കുവാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ വലിയ എതിർപ്പുമായി തന്നെയാണ് ഹൈന്ദവ സംഘടനകളും അതോടൊപ്പം ദേവസ്വങ്ങളടക്കം മുന്നോട്ട് വരുന്നത്. കാരണം ദേവസ്വങ്ങളെ അടക്കം കുറ്റം പറയുന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് DGPക്ക് കൈമാറുന്നത്. തുടർന്ന് DGP ആണ് ഇത് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുക. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ട മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം ഇന്ന് പറയുകയാണ്. ഞാൻ റിപ്പോർട്ട് നാളെ കാണുകയുള്ളൂ, അതിനുശേഷമാണ് നമുക്ക് ഇതിൽ പ്രതികരിക്കാനാവുക എന്നുള്ള കാര്യം. എന്തായാലും ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അതിലെ ഓരോ വിവരങ്ങൾ, അതായത് ആദ്യം ഈ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും പുറത്തു വന്ന ആ ഒരു വിവരാവകാശ രേഖയിൽ അവർ നൽകിയ വിവരം ഈ അന്വേഷണം നടന്നതായി അറിവില്ല എന്നുള്ള രീതിയിലാണ്. എന്നാൽ അത് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ അറിവില്ലായ്മയാണ് എന്നുള്ള രീതിയിൽ ആ ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയി. പിന്നീട് അതിൽ പലതരത്തിലുള്ള നാടകീയ രംഗങ്ങളാണ് ഈ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം, അതിലെ അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം നടന്നു വരുന്നത്. അതിൽ ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അതിനെ പ്രതികരിക്കുവാനും
അതോടൊപ്പം തന്നെ CPIയുടെ നേതാക്കൾ ഉൾപ്പെടെ അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങൾ ഉൾപ്പെടുത്തി വരാനുമൊക്കെ തുടങ്ങി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട്, അത് പോലീസിന്റെ ഭാഗത്തു നിന്നുമുള്ള റിപ്പോർട്ട് വേണം എന്ന് തന്നെയാണ് ദേവസ്വങ്ങളടക്കം ഇവിടെ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നതിലൂടെ ഈ ഉദ്യോഗസ്ഥനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ ഇത്തരത്തിൽ ഈ പൂരം ദിവസം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് മറ്റു തലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്നതൊക്കെ അതിനൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഇനി കുറച്ചു ദിവസം കൂടെ കാത്തിരിക്കാനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ വയനാടിന്റെ വിഷയത്തിലടക്കം അദ്ദേഹം പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വയനാടിന്റെ കാര്യത്തിലും മാധ്യമങ്ങളെ വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളിലും വിമർശനം മാധ്യമങ്ങൾക്കാണ്. എന്തായാലും PV അൻവറിനെ പരോക്ഷമായുള്ള വിമർശനം, അത്തരത്തിൽ ഓരോ കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറയുമ്പോഴും അത് സമകാലിക രാഷ്ട്രീയത്തിൽ വലിയ ചലനമുണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണെന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഈ ഒരു അഴീക്കോടൻ സ്മൃതി ദിനത്തിൽ നടന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്നാൽ അതിനെതിരെ ഈ മറ്റ് തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുവെന്നും എന്നാൽ നമുക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട് എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇതിൽ മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ല എന്നാണ്. തൃശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം ഈ റിപ്പോർട്ട് കാണുന്ന സമയത്ത് അതിൽ ഈ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം ഈ പഴിചാരിക്കൊണ്ട് സർക്കാരിനോ അല്ലെങ്കിൽ മറ്റ് ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ വിഷയങ്ങളിലോ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെ ഉണ്ടാകുമെന്നുള്ളത് മാറ്റമില്ല. കാരണം ദേവസ്വങ്ങളും അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം അത് തൃശ്ശൂർക്കാരുടെ മാത്രം വികാരമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികളുടെ വികാരം തന്നെയാണ്. അത്തരത്തിലൊരു സാംസ്കാരികതയുടെ ഒരു ഉത്സവം, ആ ഉത്സവത്തെ തന്നെയാണ് ഇത്തരത്തിൽ തകർക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ് ഈ തൃശ്ശൂർ പൂരത്തെ തകർക്കുവാൻ ഒരു ലോബി പ്രവർത്തിച്ചു എന്നുള്ളത്. അതിൽ ദേവസ്വങ്ങളടക്കം കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങളുമായി വന്നു. വനംവകുപ്പിനെ അടക്കം അതിൽ എന്താണ് റോൾ എന്നുള്ള കാര്യം അവർ തന്നെ സൂചിപ്പിച്ചു. എന്തായാലും ഇത്തരം ഒരു അന്വേഷണം നടത്തുന്നതിൽ അതിൽ കൃത്യമായ അന്വേഷണമല്ല നടന്നിട്ടുള്ളതെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. എന്തായാലും മുഖ്യമന്ത്രി ആ റിപ്പോർട്ട് പഠിക്കേണ്ടതുണ്ട്. പഠിച്ച് വെളിപ്പെടുത്തുന്ന സമയം ഇത്തരത്തിൽ അങ്കിത് അശോകൻ മാത്രമാണോ അതിലെ കുറ്റക്കാരനെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത്, അതായത് നിലവിൽ വന്ന വിവരങ്ങൾ വെച്ച് തന്നെ ഇതിന് വലിയ തരത്തിലുള്ള വിമർശനം ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റും അതോടൊപ്പം സർക്കാരിനും നേരെ ഉണ്ടായി. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ദിവസങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ്. അതോടൊപ്പം PV അൻവറിനെയും ഇത്തരത്തിലൊരു പരോക്ഷമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് മനോജ്, തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് CPIയും CPMനെതിരെ ശക്തമായ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്.